ഹായ്, ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചക്ക ഇട്ടിട്ടുള്ള പുട്ടാണ്. പുട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിൽ നമ്മള് ചക്ക ഇടാറില്ല. നമ്മള് തേങ്ങ ഇട്ടിട്ടാണ് പുട്ടിന്റെ ഉള്ളില് മെയിൻ ആയിട്ട് എല്ലാവരും ചെയ്യാറുള്ളത്. പിന്നെ നമ്മള് ക്യാരറ്റ് പുട്ട്, അങ്ങനെ പലതരം പുട്ടുകള് ഉണ്ടാക്കി നോക്കാറുണ്ട്. അതുപോലെ നമുക്ക് ചക്ക ഇട്ടിട്ട് എങ്ങനെ പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം. സാധാരണ പുട്ട് കഴിക്കുന്നത് പോലെ നമുക്ക് ഈ പുട്ട് കഴിക്കാൻ വേറെ കറികളോ പഴങ്ങളോ വേറെ സൈഡ് ഡിഷുകളോ ഒന്നും നമുക്ക് ഈ ആവശ്യമില്ല. ഈ പുട്ട് നമ്മൾ ചക്ക ഇട്ടിട്ടായത് കാരണം ചക്കയുടെ ആ ഒരു രസത്തിലാണ് നമ്മളതിൽ കഴിക്കുന്നത്. പിന്നെ ചക്ക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള സമയത്ത് ഏറ്റവും മാക്സിമം, ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ മാക്സിമം നമ്മൾ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളതാണ് കാര്യം. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങള്: ചക്ക, കുറച്ച് എതളകള ചക്ക, ഒരു 10-15 എതള ചക്ക, പുട്ടിന് സാധാരണ ചെയ്യണ പോലെ തന്നെ നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, തേങ്ങ, കുറച്ച് തേങ്ങ നമ്മൾ ഇതിലിടുന്നുണ്ട്, തേങ്ങ. പിന്നെ പുട്ട് നനയ്ക്കാൻ ആവശ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും പുട്ടുണ്ടാക്കാൻ അറിയാലോ. കുറച്ച് വെള്ളവും കുറച്ചൊരു ഉപ്പും ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഇതേപോലെ ഈ ഒരു പരുവത്തിലാക്കി വെക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് പുട്ടുണ്ടാക്കാൻ. അപ്പൊ ആ പുട്ടുണ്ടാക്കണ പൊടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളിത് എങ്ങനെയാ ചെയ്യണേ നോക്കാം. നമ്മള് ചക്ക വഴറ്റിട്ടാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ ആ ചക്ക വഴറ്റുന്നതില് ശർക്കരയും കൂടിയും ചേർക്കണുണ്ട്. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. ശർക്കര ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ നമുക്ക് മധുരം ഇടേണ്ട ആവശ്യമില്ല. ഇനി കുട്ടികളൊക്കെ ഉണ്ട്, അപ്പൊ അവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അതിൽ ശർക്കരയും കൂടി, അപ്പൊ 2 അച്ച് ശർക്കരയും കൂടി നമ്മൾ ഇതിലേക്ക് ആ സമയത്ത് എടുക്കുന്നുണ്ട്. ചക്ക ചുള പറിച്ച് നന്നാക്കി വെച്ചിട്ടുള്ള ചക്ക ഒരു കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യണത്. അതില് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ അടച്ച് ഒരു വിസില് അടിക്കാൻ വെക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമുക്കത് വേവിച്ചിട്ട് നമ്മളിത് ചീനച്ചട്ടിയില് ഇട്ടിട്ട് ഒന്നുകൂടി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത്. വറ്റിച്ചെടുക്കുമ്പോൾ അതില് 2 അച്ച് ശർക്കര ബെല്ലിട്ടിട്ട് നമ്മളത് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. നമ്മളിത് ചീനച്ചട്ടിയില് വേവിച്ച അതിന്റെ വെള്ളം കൂടി അത് ഒഴിച്ചു കൊടുക്കുക. അതിന്റെ കൂട്ടത്തില് ഈ 2 അച്ച് വെള്ളം കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിതില് വെള്ളം വറ്റി വരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ ശർക്കര അതിൽ അലിഞ്ഞ് ചേരുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ശർക്കരയൊക്കെ ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് നന്നായി ആ വെള്ളം മുഴുവൻ വറ്റണ വിധത്തില് വറ്റി പുട്ടിന് ശരിക്കും നിൽക്കുള്ളൂ. പുട്ടിൻ്റെ ഒപ്പം ഇങ്ങനെ ലെയറായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നന്നായി വരട്ടിയെടുക്കണം. ഇപ്പൊ ചക്ക വഴറ്റിയത് ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതില് തേങ്ങ ഇട്ടിട്ട് ഇളക്കി എടുക്കുകയാണ് ചെയ്യാണ്ട്. അപ്പൊ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിൽ തേങ്ങ ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. ഇതില് ചൂടാക്കി വെച്ചിട്ട് ആ ചൂടാറിനേക്കാളും മുമ്പ് തന്നെ നമ്മളിതിൽ കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുക. 4-5 ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ട് ഇനി വേറെ സ്റ്റവ് കത്തിച്ച് വെക്കൊന്നും വേണ്ട. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇളക്കി യോജിപ്പിച്ചപ്പോൾ ഇത്തിരി കുറവ് പോലെ ഉണ്ട്. നമുക്കതിൽ 2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ ഉള്ളതിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ടാണ് ഇടുന്നത്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ ചക്കയിലിട്ടിട്ട് ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതേപോലെ നമ്മൾ ചക്ക എടുക്കണ അളവിനനുസരിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നമ്മള് പുട്ട് ആക്കാനായിട്ട് പുട്ടുമുറിയിലാക്കണ നേരം കൊണ്ട് നമുക്ക് ഈ പാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ചൂടാക്കി എടുക്കാം. അപ്പൊ ആ ഒരു നേരം നമ്മള് പുട്ടും കുറ്റിയിൽ ഇടുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളം ചൂടായി ഉണ്ടാവും. അപ്പൊ നമുക്ക് വേഗം പുട്ടായിട്ട്. അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലെടുക്കണ അളവ് അനുസരിച്ചിട്ട് നമ്മുടെ അരിപ്പൊടിയുടെ അളവ് എടുക്കാം. നമ്മൾ അതിലൊരു തരി ഉപ്പിടാം. അതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ഇങ്ങനെ ഒരു ഒട്ടണ പാകം, അതാണ് നമ്മുടെ പുട്ടിന്റെ
പാകം, വെള്ളം ചേർത്ത് ഇളക്കിയെടുക്കണതിന്റെ പാകം എന്ന് പറയുന്നത് അതാണ്. നന്നായി ഒട്ടിയിരിക്കാനും പാടില്ല. ഇതിപ്പോ എല്ലാവർക്കും അറിയണ കാരണമാണ് ഞാനിതിവിടെ ചെയ്ത് കാണിക്കാത്തത്. നമുക്കിപ്പോ പുട്ട് പ്രത്യേകിച്ച് എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്നും നമുക്ക് കേരളീയർക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്കിതില് പുട്ടിന്റെ ഒപ്പം ചക്ക ഇട്ട് എങ്ങനെയാ നോക്കാം. ആദ്യം തന്നെ നമ്മള് ചില്ലിട്ടിട്ട് 1 ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുക. ചെറിയ വീതിയുടെ പുട്ടും കുറ്റിയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മള് ഇതിന്റെ ഈ തേങ്ങയുടെ മുകളില് നമ്മുടെ ചക്ക തേങ്ങ ഇട്ടിട്ട് ഇളക്കി വെച്ചിട്ടുള്ളത് അതും 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. ഇതിന്റെ മുകളിൽ 1/2 ടേബിൾ സ്പൂണും കൂടി തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മളതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് 2 ഇതള് അങ്ങനത്തെ അത്രയ്ക്ക് വലിപ്പമുണ്ടാവുന്ന ഇതാണ്. നമ്മൾ അതിനനുസരിച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം 1 സ്പൂണ് ചക്ക ഇട്ട് കൊടുക്കുക. അതിന്റെ മുകളിൽ കുറച്ച് തേങ്ങ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ, പിന്നെ നമ്മൾ പൊടിയിട്ട് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ തേങ്ങ ഇടുക. നമ്മളത് അടച്ചു വെച്ച് ആവി വരുന്നുണ്ട് പാത്രത്തിൽ നിന്ന്. നമ്മൾ അതിന് മുകളിലേക്ക് പുട്ടും കുമ്പും ഇറക്കി വെച്ച് വേവിച്ചെടുക്കും. അങ്ങനെ നമ്മുടെ പുട്ടും കുമ്പത്തുനിന്ന് അല്ലെങ്കിൽ പുട്ടും കുറ്റിന്ന് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് എടുക്കുകയാണ് ചെയ്യണത്. നമ്മളെ സാധാരണ പുട്ടുണ്ടാക്കുന്ന സമയത്തേക്കാളും കൂടുതൽ സമയം ഇതിനാവശ്യമുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ ചക്ക ചേർത്തിട്ടുള്ള കാരണം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ച് പുട്ട് റെഡിയാണ്. നമ്മളത് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യണത്. നല്ല രസമുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് രീതി തന്നെയാണ് ചക്ക ഇട്ടിട്ടുള്ള പുട്ട്. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ബാച്ചും ചെയ്യാം. നമ്മൾ എത്ര പൊടി എടുത്തോണോ അത്രയ്ക്കും ബാച്ചും ചെയ്യാം. ഈ പുട്ട് തിന്നാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ സൈഡ് ഡിഷിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിതിൽ ചക്ക ഉള്ളതും മധുരമായിട്ടുള്ള